ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവ കഥയാണ് പറയുന്നത്. ഞാൻ ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടത് കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാം ഞാൻ എന്താ പങ്കെടുത്തതെന്നൊക്കെ. അതിനുശേഷം വീണ്ടും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. വണ്ണം ഉള്ളവരുടെ ഒരു കാറ്റഗറി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പ്ലസ് സൈസ് കാറ്റഗറി ഒരു കോമ്പറ്റീഷൻ വന്നു. അന്ന് എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ പറ്റി. പിന്നെ എങ്ങനെയാണ് ഞാൻ ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തത്, അത് വളരെ ചുരുക്കി ഞാൻ ആ ഒരു സ്റ്റോറി നിങ്ങളോട് പറയാം. ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ ഇട്ട് നിങ്ങളെ കാണിക്കാം എങ്ങനെയായിരുന്നു അവിടെ മത്സരം നടന്നത് എന്നൊക്കെ. അപ്പം ഒരു ചെറിയ വീഡിയോയാണ്, 8 മിനിറ്റ് ഒക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കുക, എങ്ങനെയാണ് ഈ ഫീൽഡ്. എന്നോട് പലരും എൻ്റെ ഒരു ഫോട്ടോയുടെ താഴെ ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു, പണ്ടത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും. അപ്പൊ അതിൻ്റെ ഇടയിൽ ചോദിച്ചു എങ്ങനെയാണ് മോഡലിംഗിലേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ആദ്യം വരുന്നത്. അവൾ ഓൾറെഡി ഈ മോഡലിംഗ് ഫീൽഡിലുണ്ട്. അവള് നന്നായിട്ട് അവളുടെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവൾ ദുബൈയിൽ വെച്ച് തന്നെ പല കോൺടെസ്റ്റുകളിലും ഒക്കെ വിജയിയായ വ്യക്തിയാണ്. അവളെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിന്നെ കൊണ്ട് പറ്റും, നീ വാ എന്നും പറഞ്ഞ് ഫസ്റ്റ് കാസ്റ്റാലിയാണ് എനിക്ക് അവസരം തന്നത്. കാസ്റ്റാലിയ ഈ കല്യാണം കഴിഞ്ഞ് നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കാസ്റ്റാലിയ എനിക്ക് ഫസ്റ്റ് അവസരം തരുന്നത് അത് മിസ്സിസ് ട്രാവൻകൂർ ഒരു കോൺടെസ്റ്റ് ആയിരുന്നു. അതിലെനിക്ക് ഫസ്റ്റ് റണ്ണറപ്പായി. അതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണണേ. അതിനുശേഷം എനിക്ക് SR ഫാഷൻസ് ആണ് പ്ലസ് സൈസ് കാറ്റഗറിയിൽ അവർ എനിക്കൊന്ന് കേരളത്തിൽ ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിലാണ് അനൗൺസ്മെന്റ് വന്നത്. ഫസ്റ്റ് ടൈം SR ഫാഷൻസ് പ്ലസ് സൈസ് കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടി നടത്തിയ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഈ തലേദിവസം വരെയും ജോലിക്ക് പോയി അതിനുശേഷം സ്കൂൾ വിട്ട് കഴിഞ്ഞ സമയങ്ങളിലാണ് ഞാൻ ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ, അതായത് ഓൾറെഡി ഡ്രസ്സൊക്കെ ഏകദേശം ഒന്ന് തയ്ച്ചതൊന്നൊക്കെ ആക്കാൻ പറ്റി. എന്നാലും എനിക്ക് പോയി ട്രയൽ നോക്കാൻ ഒന്നും ടൈം കിട്ടിയില്ല. ലെൻസ്, ഐലാഷസ്, ഇതൊക്കെ നമുക്ക് ഹൈ ഹീൽസ്, ഇതിനെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ സജ്ജീകരിച്ച് ഒരു പാക്ക് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഉള്ളൂ. അവർ ആ പറഞ്ഞ ഒരു ടൈമിൽ ഗ്രൂമിങ് ഒക്കെ രാവിലെ തുടങ്ങും. ആ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റ് പങ്ക്ച്വലായിട്ട് എത്തണം. അതൊക്കെ നമ്മുടെ ഈ പറയുന്ന മത്സരത്തിൽ മാർക്ക് കിട്ടുന്ന ഇന്റേണൽ മാർക്ക് വരുന്നതാണ് അതിൽ. അപ്പം ആ ഒരു ടൈമിംഗ് ഒക്കെ വെച്ചാണ് ഞാൻ ഇവിടുന്ന് യാത്ര എപ്പോഴും തിരിക്കാറ്. വെളുപ്പിന് 4 മണിയായപ്പോൾ ഡ്രൈവർ വന്നു. നമുക്കിവിടെ വാഹനമുണ്ട്, പക്ഷേ ആ സമയം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. ഹസ്ബൻഡ് സ്ഥലത്തില്ല. അപ്പം ഞാൻ ഡ്രൈവറിനെ വെച്ചിട്ടാണ് പോയത്. വെളുപ്പിന് 4 മണിക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 4-5 മണിക്കൂറിനുള്ളിൽ അവിടെ നമ്മൾ എത്തും. ഇറങ്ങാൻ നേരത്ത് ഒന്നുകൂടെ ഒന്ന് എല്ലാം റീചെക്ക് ചെയ്യും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷോപ്പുകളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ആ സ്ഥലം അത്ര പരിചയമില്ല. തിരുവനന്തപുരം ഞാൻ വളരെ കുറച്ചാണ് പോയിട്ടുള്ളത്. എന്തായാലും അവിടെ ഞങ്ങൾ ആ പറഞ്ഞ സമയത്ത് അവൂക്കി റിസോർട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യിക്കാന്നറിയാം. അവര് ആദ്യമേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ആദ്യം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സഹ മത്സരാർത്ഥികളൊക്കെ ആയിട്ടൊന്ന് ഇടപഴകാം. ഇത് ഞങ്ങൾക്ക് അവിടെ തന്നിരുന്ന ആ റിസോർട്ടിൻ്റെ ഒരു പൂൾ സൈഡൊക്കെയാണ്. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ മത്സരിക്കുന്നവർ. നമ്മൾ പലരും അവിടെ നിന്ന് വാച്ച് ചെയ്ത് നമുക്ക് ഇന്റർണൽ മാർക്ക് കിട്ടുന്നത്. അപ്പം നല്ല രീതിയിൽ നമ്മളവിടെ ആൾക്കാരുമായിട്ട് ഇടപഴകുക, അതുപോലെ തന്നെ നമുക്ക് അവരൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരുമായിട്ടൊക്കെ ഒന്ന് കൂട്ടുകൂടി. കാരണം നമ്മളൊരു മത്സരത്തിന് പോകല്ലേ. അപ്പം നമ്മളെപ്പോഴും ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തോ. ഇത് നമുക്ക് അവിടെ താമസിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരുന്ന മുറിയായിരുന്നേ. ഇനി ആരെങ്കിലും എടുക്കാൻ മറന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഒരാളെ കൂടെ കൂട്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരും ട്രെയിനിലൊക്കെ വന്നവരായിരിക്കും. ചിലവർ പറയൂ ഹൈ ഹീൽസ് എടുത്തില്ല. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ പോയി മേടിക്കണമെങ്കിൽ മേടിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് നമ്മളിങ്ങനെയുള്ള മത്സരത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും എന്തൊക്കെ സാധനം കൊണ്ടുവരണം, നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും എടുക്കാൻ മറന്നോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂമിംഗ് സെക്ഷനിലേക്ക് പോകണം. അതായത് ഒരു ഹോളുണ്ട്. ഹോളിൽ നമുക്ക് ഇങ്ങനെ എങ്ങനെയാണ് റാമ്പ് വോക്ക് ചെയ്യുന്നതെന്ന് ഇങ്ങനെ കാണിച്ചു തരും. അപ്പം നമ്മൾ കുറേ പേര് ഇങ്ങനെ നിന്നിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കും. ഈ ഗ്രൂമിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇത് ഫേമസ് ആയിട്ടുള്ള കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് കൊറിയോഗ്രാഫ് ചെയ്ത് തരും. നമ്മൾ സ്റ്റേജിൽ കൂടെ നടക്കണമല്ലോ. അപ്പം നമ്മൾ എത്ര പേരുണ്ടോ ആ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് ആദ്യം ഇത്ര പേര് പോകണം, അല്ലെ ആദ്യം ഒരാൾ പോകണം, അതിന് ഫോളോ അപ്പ് ചെയ്ത് ബാക്കിയുള്ളവർ പോകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ഒന്നും അല്ല. കാരണം ഞങ്ങൾക്ക് ആകെ കിട്ടുന്നത് ആ ഒരു ഡേ ആണ്. ഞങ്ങൾ ഇത് ഫുള്ള് ഓർത്തിരിക്കണം. ആദ്യം നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് റാമ്പിൽ ഇറങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഗൗൺ ഇട്ടിട്ട് ഫൈനൽ റൗണ്ടിൽ ഇറങ്ങുന്നത്. ഇപ്പൊ ഈ രണ്ട് വോക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇത് ഞാൻ മിസ്സിസ് ട്രാവൻകൂറിൻ്റെ മത്സരത്തിന് പോയപ്പോൾ എടുത്ത ഒരു ക്ലിപ്പാണ്. ആക്ച്വലി ഞാൻ ഈ പ്ലസ് സൈസ് കാറ്റഗറി പോയപ്പോൾ ഞാൻ മുന്നിലായിരുന്നു, ലീഡിങ് ആയിരുന്നു. ഇങ്ങനെ നമ്മൾ നമ്പർ അനുസരിച്ച് ചിലപ്പോൾ 3 പേര് വെച്ചുള്ളൊരു സെറ്റായിരിക്കും, ചിലപ്പോൾ 4 പേര് വെച്ചുള്ള സെറ്റായിരിക്കും. അത് കൊറിയോഗ്രാഫ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ വോക്ക് ചെയ്യേണ്ടത്. സാധാരണ ഫസ്റ്റ് ടൈം ഞാൻ മത്സരത്തിന് പോയപ്പോൾ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ
മുന്നിൽ പോകുന്ന ആളെയും പുറകിൽ പോകുന്ന ആളെ ഓർത്ത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇത്തവണ ഒരു പണി കിട്ടി എനിക്ക്, എന്താന്ന് ഞാൻ പറയാം. ഇത്തവണ തന്നെ ഈ മോൻസി സാറിനെ ഞാൻ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട് ലാസ്റ്റ് ടൈം മത്സരത്തിൽ വന്നപ്പോൾ. അത് കൂടാതെ തന്നെ ഇതിന്റെ കൂടെയുള്ള ഒരു പ്ലസ് സൈസ് കാറ്റഗറി ആയതുകൊണ്ട് അവർക്ക് എല്ലാവരും ഫ്ലെക്സിബിൾ ആവണമെന്നില്ല. എല്ലാവർക്കും ക്യാറ്റ് വോക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ ഫ്രണ്ടിൽ. എന്തോ ഒരു ഭാഗ്യം, എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി. എനിക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റി. ഏറ്റവും ലീഡിങ് ആയിട്ട് പോയത് ഞാനാണ്. എന്റെ കൂടെ ബാക്കി ഫ്രണ്ട്സ് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഫുൾ കൊറിയോഗ്രാഫ് ഞാൻ ഓർത്തിരിക്കണം. അതാണ് എന്റെ ഫസ്റ്റ് ചാലഞ്ചായിട്ട് എനിക്ക് വന്നത്. ഈ മുന്നിൽ പോകുന്നതാണ് ഞാൻ. സ്റ്റേജ് ഓപ്പൺ ചെയ്യുമ്പോഴേ ഇങ്ങനെയാണ് നമ്മുടെ എൻട്രി വന്നത്. അങ്ങനെ ഞങ്ങളുടെ കൊറിയോഗ്രാഫിംഗ് ഒക്കെ കഴിഞ്ഞു. അതായത് 9 മണിക്ക് നമ്മളവിടെ ചെന്നു, കൊറിയോഗ്രാഫിങ് കഴിഞ്ഞു. അതിന് നമ്മളോട് പെട്ടെന്ന് നിങ്ങൾ പോയി ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. ആ ഒരു ടൈമിൽ നമ്മൾ ഫുഡ് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി നമുക്കൊന്ന് ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാൻ കിട്ടുള്ളൂ. കാരണം ഒരു 3 മണിയോട് കൂടി നമ്മുടെ ഫോട്ടോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ ഫോട്ടോസ് ഒക്കെ അവരെടുക്കും. അത് കഴിഞ്ഞാൽ ഉടനെ ടാലന്റ് ഷോ ആണ്. വന്നിരിക്കുന്ന ഇത്രയും മത്സരാർത്ഥികൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ചെറിയ കുട്ടികളുടെ കാറ്റഗറി ഉണ്ട്, മിസ് ആയിട്ടുള്ളവരുണ്ട്, മിസ്സസ് ആയിട്ടുള്ളവരുണ്ട്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം അവർക്ക് ടൈം ചെയ്ത് പോകണം. ആ ഒരു ടൈമിലെല്ലാം മാനേജ് ചെയ്ത് പോകണം. അതുകൊണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ടാലന്റ് ഷോയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ടാലന്റ് എന്താണോ അത് കാണിക്കാം. കവിതയോ കഥയോ പാട്ടോ ഡാൻസോ. എനിക്ക് പാട്ടാണ്, സോറി, എനിക്ക് ഡാൻസാണ് കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ട് ഡാൻസ് പെട്ടെന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്തു. എത്ര പ്രിപ്പയർ ചെയ്താൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പാണ് പൊതുവേ ഞാൻ കളിക്കാറ്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു. ടാലന്റ് ഷോയ്ക്ക് ഞങ്ങളെല്ലാവരും കയറി. എൻ്റെ ടാലന്റ് ഷോ കഴിഞ്ഞു. അന്നേരമാണ് ഒരു സംഭവ ബഹുലമായിട്ടൊരു പരിപാടി ഇവിടെ നടന്നത്. ടാലന്റ് ഷോ കഴിഞ്ഞ് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്തോ ഒരു സാധനം അവൾ അകത്ത് വെച്ച് മറന്നു. അത് അവിടെ ഉണ്ടോ നോക്കാന്ന് പറഞ്ഞാൽ അവളുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ ടാലന്റ് ഷോ നടക്കുന്ന ആ ഒരു ഹോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പെട്ടെന്ന് നടന്നത്. ആക്ച്വലി എൻ്റെ ചെരുപ്പിന്റെ പ്രശ്നമായിരുന്നു. ചെരുപ്പ് ശരിക്കും നോക്കിയെടുക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാം. ചെരുപ്പിന്റെ ഹീലും അതിന്റെ ഫ്രണ്ട് വശവും തമ്മിൽ എന്തോ ഒരു അളവ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഹീല് കുറച്ച് താന്നിട്ടായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല, ഇന്റർലോക്ക് ചെയ്തേക്കുന്ന ഒരു മുറ്റമായിരുന്നു. എൻ്റെ കാല് ഇങ്ങനെ ഞാൻ നടന്നു വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹീൽ ഒരിടത്ത് തടഞ്ഞിട്ട് ഞാൻ നടക്കുന്ന സ്പീഡില് പെട്ടെന്ന് പോയി വീഴുന്നത് എൻ്റെ ഈ കൈമുട്ടും കാൽമുട്ടും കുത്തി ശരിക്കും ഞാൻ ചെന്ന് വീണു. കാൽമുട്ട് ശരിക്കും കൂടുതലായിട്ട് പരിക്ക് വന്നത് കാലിന്റെ മുട്ടിന്. അത് എനിക്ക് പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ, നല്ല വെയിറ്റും ഉള്ള ആളല്ലേ, തെറിച്ചു പോയി വീണു. എന്നിട്ട് എന്നെ ആളുകൾ അവിടെ നിന്ന് മത്സരങ്ങൾക്ക് വന്നവരും ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും കൂടി പൊക്കിക്കഴിഞ്ഞ് എനിക്ക് ഒരു തരത്തിൽ ഈ കാല് നിവൃത്തി അങ്ങോട്ട് കുത്താൻ പറ്റുന്നില്ല. കാലിന്റെ പത്തിക്കും നന്നായിട്ട് പരിക്കേറ്റു. അതുപോലെ തന്നെ മുട്ടിനും നന്നായിട്ട്. അവിടെ വന്നൊരു സെലിബ്രിറ്റി ഗസ്റ്റിന്റെ ഫ്രണ്ടിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പോയി വീണത്. അത് കഴിഞ്ഞ് എന്നെ പൊക്കിക്കൊണ്ട് ലിഫ്റ്റിൽ കയറി പോകുന്ന സമയവും ലിഫ്റ്റിൽ ഞാൻ കരഞ്ഞു നിലവിളിച്ച് നിൽക്കുന്ന സമയത്ത് ഒരാൾ കയറി, ഒരു സുന്ദരിയായ ഒരു യുവതി കയറി വന്ന്. പുള്ളിക്കാരിയും ഈ ജഡ്ജിങ് പാനലിൽ ഉള്ള ആളായിരുന്നു. എന്തായാലും ഞാൻ കരഞ്ഞു നിലവിളിച്ച് ഞാൻ ഓർത്തു കഴിഞ്ഞു. കാരണം എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. റൂമിലോട്ട് വന്നു. ഫ്രണ്ട്സ് എല്ലാവരും വന്നു. അവിടെ ഞങ്ങളുടെ ഈ ഒരു സംഘാടകരിൽ തന്നെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ രാംജിത്ത് വന്നു. എൻ്റെ ഫ്രണ്ട് സ്റ്റെഫിയുടെ സുഹൃത്തും കൂടാണ്. അദ്ദേഹം വന്ന് എൻ്റെ കാല് പരിശോധിച്ചു. പക്ഷെ എന്നോട് പറഞ്ഞു, നിനു പേടിക്കാനൊന്നുമില്ല, നിനു നടക്കാൻ പറ്റും, റെസ്റ്റ് എടുക്കുക, നാളെ അടിപൊളിയായിട്ട് നടക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു സാരമായ പരിക്കുണ്ട്, മത്സരങ്ങൾക്ക് ശേഷം വീട്ടിൽ പോയതിനു ശേഷം ശരിക്കും ഇതിന് ചികിത്സ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ മുറിയിൽ നിലവിളിച്ചത് മൊത്തം എനിക്ക് വേദന എടുത്തിട്ടല്ല, എൻ്റെ ആ ഒരു ദിവസത്തെ മുഴുവൻ സ്ട്രഗിൾ. ഞാൻ എൻ്റെ എന്തെല്ലാം ജോലികൾ തീർത്തതിന് ശേഷമാണ് തിരുവനന്തപുരം വരെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇതിനു വേണ്ടി വന്നത്. ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് വന്നത്. അതിൻ്റെ ഒരു ഭയങ്കര സങ്കടം എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആ ഒരു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബാഗിൻ്റെ മുകളിൽ കിടന്ന് കരയാൻ തുടങ്ങി. എനിക്ക് അത്ര സങ്കടമായി. അപ്പം ഞങ്ങളുടെ റൂം ഷെയർ ചെയ്തത് അപർണ എന്ന് പറഞ്ഞൊരു കുട്ടിയെ, എൻ്റെ അമ്മയും കൂടെ. അപ്പോൾ ആ അമ്മ സത്യം പറഞ്ഞു കേട്ടോ, ശരിക്കും സഹ മത്സരാർത്ഥിയുടെ അമ്മയാണ്. പൊതുവേ നമ്മൾ മത്സരവേദികൾ കാണുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള അമ്മമാർക്ക് ഭയങ്കര മത്സരബുദ്ധിയായിരിക്കും. പക്ഷെ ഈ അമ്മ വളരെ നല്ലൊരു അമ്മ. ഞാൻ ഇടയ്ക്ക് വേദനിച്ചിട്ട് കണ്ണടയ്ക്കുന്നുണ്ട്, പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഒക്കെ കാണുന്ന ഈ അമ്മ എൻ്റെ കാല് തടവിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് ഉണർന്നു. എനിക്ക് ഒരു തരത്തിലും കാലൊന്നും അനക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നി എനിക്ക് നാളെ നടക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോൽവി സംബന്ധിച്ച് പോകാനായിട്ട് അങ്ങ് മനസ്സ് വരുന്നില്ലായിരുന്നു. ഇതിന് എൻ്റെ കൂട്ടുകാരി സ്റ്റെഫി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഒന്നുമില്ല, ഒരു പെയിൻ കില്ലർ അവൾ എനിക്ക് കൊണ്ടു തന്നായിരുന്നു. എന്നോട് പറഞ്ഞു നാളെ രാവിലെ ആകുമ്പോൾ ഓക്കെ നീ പേടിക്കാനൊന്നുമില്ല. പക്ഷെ വെളുപ്പിന് എന്നിട്ട് ഒരു 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു, ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ മുറി കൂടെ എല്ലാം നടന്നു നോക്കി. അതായത് ഞാൻ നടക്കുമ്പോൾ ഞാൻ എന്നോട് ഒന്നും പറ്റിയിട്ടില്ല, പക്ഷെ എനിക്ക് കാല് കുത്താൻ പറ്റുന്നില്ല. കാലിന്റെ പത്തിക്ക് നല്ല പോലെ നീര് വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്കിപ്പോ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് എനിക്ക് ഹൈ ഹീൽസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, 11 മണി മുതൽ എന്തായാലും ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ട്. ഈ പ്രാക്ടീസ് ടൈമിൽ ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നില്ല, സാറിന്റെ പെർമിഷൻ എടുത്തിട്ട്.
അങ്ങനെ ഞാൻ തീരുമാനിച്ചു. സാറിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, ഈ പ്രാക്ടീസ് ടൈമിൽ ഞാൻ ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ റാമ്പിൽ എന്തായാലും ഹീൽസ് ഇട്ടേ കയറുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു, നീനു നീയാണ് ലീഡിങ്, നീ മാറിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം മുതൽ എല്ലാം കൊറിയോഗ്രാഫിങ് മാറ്റേണ്ടി വരും. അപ്പൊ ഞാൻ ഇല്ല, ഞാൻ നിന്നോളാം, ഞാൻ മുമ്പിലുണ്ട് എന്ന് ഞാൻ സാറിന് ധൈര്യം കൊടുത്തു. എന്നാൽ കോൺഫിഡൻസോട് കൂടി തന്നെ ഞാൻ ഈ സംഭവം ഡീൽ ചെയ്തു. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് അവിടെ വന്നു. പക്ഷെ എനിക്ക് ഐ എം സോ സോറി, ആ പുള്ളിക്കാരുടെ പേര് എനിക്കറിയത്തില്ല, ഒന്നും വിചാരിക്കല്ലേ. അവരെന്നോട് മേളിലത്തെ അപ്സ്റ്റേറിൽ നിന്ന് വിളിച്ചു വെച്ചാൽ ഇനിയും അറിയോ ഓക്കെ ആവുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെരുപ്പിടാതെ നടക്കുന്നവർക്ക് കാണും. അതെല്ലാം കഴിഞ്ഞിട്ട് 6 മണിയായപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് സാരിയും ജീൻസിന്റെ മുകളിലൂടെ സാരി യൂസ് ചെയ്തിട്ടുള്ള ഒരു റൗണ്ടാണ്. ഞങ്ങൾ നേരത്തെ ഒരുങ്ങി, അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് 11 മണി മുതൽ ഏതാണ്ട് 1 മണി വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നമുക്കവിടെ ക്യൂ ആട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കാറ്റഗറിയിൽ മത്സരിക്കാൻ വരുന്നവരുണ്ട്. അപ്പൊ ആ ക്യൂവിന്റെ ഇടയിൽ നമ്മൾ പോയി നമുക്ക് ജീൻസിന്റെ മുകളിൽ സാരി ഉടുത്തിട്ടുള്ളൊരു പുതിയൊരു, ഞാൻ ആദ്യമായിട്ട് അത് കാണുന്ന കേട്ടോ, ആ ഒരു സ്റ്റൈലായിരുന്നു. പക്ഷെ ഞാൻ ഓർത്തു വണ്ണോളോർക്ക് എങ്ങനെയാണ് ശരിയാവുമെന്ന്. പക്ഷെ ഞങ്ങൾ എല്ലാവരും കാണാൻ നല്ല രസമായിരുന്നു, അതിലൊരു പ്രത്യേക ലുക്കായിരുന്നു. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ എൻട്രി. ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു ഞങ്ങൾ സാരി ചുറ്റിയിരുന്നത്. ഈ മുന്നിൽ വരുന്ന യെല്ലോ കളറാണ് ഞാൻ കേട്ടോ. ഞങ്ങളെല്ലാവരും നല്ല എലഗൻ ലുക്കായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷെ എൻ്റെ കളർ ഇച്ചിരി ചേഞ്ച് ഉണ്ടായിരുന്നു, എൻ്റെ സാരിക്കും വ്യത്യാസം. സാരി അല്ലാതെ കൊടുത്തിയാൽ ഇത്ര ഭംഗി വരികയില്ല, അത്ര രസമായിട്ട് അവർ ശരിയാക്കിയത്. അതിന് ഞാൻ ഹൈ ഹീൽസ് ഒക്കെ ഇട്ട് കയറി ഫസ്റ്റ് റൗണ്ട് നല്ല ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു. എനിക്ക് അന്നേരം ആത്മവിശ്വാസം വന്നു, എന്നെ കൊണ്ട് പറ്റും. ഓക്കെ, അന്നേരം ഞാൻ എന്നോട് പറയുന്നുണ്ട്, ഓക്കെ നമ്മൾ അത് പ്ലസ് സൈസ് കാറ്റഗറിയിൽ വണ്ണമാണ് പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. എൻ്റെ കൂടെ വന്നിരിക്കുന്നവർക്കൊക്കെ എന്നെക്കാളും വണ്ണമുണ്ട്, ഭയങ്കര കോൺഫിഡൻസ് ആണ്, എല്ലാവരും ഭയങ്കര വൈബുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുമായിട്ട് ഏറ്റുമുട്ടുക എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി പാടാണ്, നമുക്ക് വിജയി ആവാനും ഒക്കെ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒരു കിരീടോ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കിട്ടുമല്ലോ, ആ ഒരു കിരീടമൊക്കെ ആയിട്ട് വീട്ടിൽ പോയപ്പോൾ തൽക്കാലം ഇവിടെ വന്ന് എന്തായാലും ലാസ്റ്റ് വരെ ഞാൻ സ്റ്റേജിലുണ്ടാവും. അതിനുള്ള ഒരു ഇതാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. സമ്മാനം കിട്ടുന്ന പിന്നീടല്ല. അപ്പൊ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും പറഞ്ഞു, എന്തായാലും സ്റ്റേജിൽ കയറി സമ്മാനം കിട്ടുന്നത് അത് പിന്നെ അല്ലെന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് അടുത്ത ഫൈനൽ റൗണ്ടിന്റെ സമയത്താണ് വലിയൊരു ഇഷ്യൂ. കാരണം ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് റൗണ്ട് ഏതാണ്ട് കഴിഞ്ഞ ഒരു 7:30-8 മണി കൂട്ടിക്കോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് ഞങ്ങൾക്ക് മുഖത്ത് പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. മുടി ഉള്ളവരുടെ ഒന്ന് ഹെയർ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളായിരുന്നു. എനിക്കാണ് അന്ന് ഇത്രയും മുടിയുള്ളൂ, ഇത്രയും ഇല്ല. അന്നേരം എന്തായാലും ഞങ്ങൾ അവിടെ ഒരു വെളുപ്പിന് 3 മണി വരെ ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയെന്നുള്ളതാണ്. ഒന്ന് ഓർത്തേ, ഞാൻ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ ആളാണ്. അടുത്ത ദിവസം വെളുപ്പിന് 3 മണി വരെയും ഞങ്ങൾ അവിടെ പോസ്റ്റായി. അതായത് 3 മണിയൊക്കെ ആകാറായപ്പം അവിടെ ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ വന്നു. കാരണം അവിടെ ഓൾറെഡി കുറെ മോഡൽസ്, ഇവർക്ക് കുറെ പ്രശ്നം വന്നു എൻ്റെ ഇടയ്ക്ക്. കാരണം പല ഡിസൈനർ ഷൂസ് കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോൾ സമയം ഇവർ വിചാരിച്ചതിനും കൂടുതലായി. ഇതായിരുന്നു എൻ്റെ ഫൈനൽ റൗണ്ടിൽ എൻ്റെ ലുക്ക് ഇങ്ങനെയായിരുന്നു. ഈ ഗൗണാണ് ഞാൻ ഇട്ടിരുന്നത്. കൂടെ നിന്നവരെല്ലാവരും കൂടെ ഒരു ടീമായിട്ട് തീരുമാനമെടുത്തു ക്വസ്റ്റ്യൻ റൗണ്ട് അവോയ്ഡ് ചെയ്യാന്ന്. പക്ഷെ അവിടെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം കൂടെ ഉള്ളവരെല്ലാം പ്ലസ് സൈസ് കാറ്റഗറിക്കാരാ. അവരെ വണ്ണം വെച്ചാ സെലക്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് ഞാൻ അവിടെ ഒന്നും അല്ലാണ്ടായിപ്പോ. കാരണം എന്നെക്കാളും സൈസുള്ള ആൾക്കാരെ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ റൗണ്ടില്ല ഞാൻ എപ്പോഴും പിടിച്ചു നിൽക്കാറ്. അപ്പൊ അങ്ങനെ റൗണ്ട് ഇല്ലെങ്കിൽ പാടുപെടും. പക്ഷെ അങ്ങനെ റൗണ്ട് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം ഇല്ലായ്മ അവിടെ കാണിക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഋതു എന്ന് പറയുന്ന ഇതിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു കുട്ടിയോടൊക്കെ പോയി ഇവരെല്ലാരും പറഞ്ഞു റൗണ്ട് അവോയ്ഡ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ റൗണ്ട് വേണം എന്ന് തന്നെയാണെന്ന് ഞാൻ എൻ്റെ ഇതിൽ ഞാനിങ്ങനെ പറയുകയും ചെയ്തു. ഞാൻ അവിടെ ഒരു ഇഷ്യൂ അതിന്റെ പേരിൽ ഉണ്ടാക്കിയില്ല. പക്ഷെ കൂടെ നിന്ന് പലർക്കും അത് അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൊണ്ടാണ്. കാരണം ഒന്നാമത് അവർ വെയിറ്റ് ഒക്കെ ഉള്ളവരാണ്. അപ്പൊ അവർക്ക് അത്രയും നേരം നിൽക്കില്ല. ചിലർക്ക് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞും പല പല ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതിൻ്റെതായ വിഷമങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. എന്തായാലും ഞങ്ങളുടെ ഫൈനൽ റൗണ്ട് കഴിഞ്ഞു. ഫൈനൽ റൗണ്ടിൽ കയറി അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഇതെന്റെ ക്വസ്റ്റ്യൻ റൗണ്ട് ആണ്. ഞാനിത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ മറുപടി പറയുന്നു. Do you prefer a live fashion show or an online photo shoot? I will definitely prefer a live fashion show. And why? Look how we are struggling, and this gives a thrill, you know. A photo shoot we can retouch everything. But in fashion show we have to prepare for days. But at last we get a ultimate power, such a thrill we are getting is very meaningful. Thank you. Thank you, sir. ഫൈനൽ റൗണ്ടിൽ വന്നു. ഞങ്ങൾ കൊറിയോഗ്രാഫിങ് ഞാൻ മുമ്പിൽ ചെയ്യുന്ന പോലെ ചെയ്തു. പക്ഷെ എല്ലാവരും ഓരോ ഉറക്കം കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം എല്ലാവരും ഇതൊക്കെ വിട്ടുപോയി എങ്ങനെയാണെന്നുള്ളത്. പലരും ഞങ്ങളുടെ ഈ സ്റ്റെപ്പൊക്കെ തെറ്റുന്നുണ്ട്. പക്ഷെ മാനേജബിൾ ആയിരുന്നു, ഞങ്ങളെല്ലാം മാനേജ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്നോടായിരുന്നു. നമ്പർ 1 ആണല്ലോ. അപ്പൊ എനിക്കാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയത്. അടുത്തത് പിന്നെ സമ്മാനദാനമാണ്. എനിക്ക് ഫസ്റ്റ് ബെസ്റ്റ് ആറ്റിറ്റ്യൂഡിനുള്ള ഒരു ചെറിയ കിരീടം കിട്ടി. അതിനുശേഷം കഴിഞ്ഞ റൗണ്ടില് കഴിഞ്ഞ തവണത്തെ മത്സരത്തിലെ പോലെ തന്നെ 3 പേര് മുമ്പോട്ട് വരാൻ വിളിച്ചു. അതിൽ 3 പേരിൽ ഒരാൾ ഞാനായിരുന്നു.
അങ്ങനെ ഒരാൾക്ക് അതിലൊരാൾ സെക്കൻഡ് റണ്ണറപ്പായി. പിന്നെ ബാക്കിയായത് ഞാനും ഇന്ദുജ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയുമാണ്. ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് നിന്നു. അവള് വിന്നറായി, ഞാൻ ഫസ്റ്റ് റണ്ണറപ്പായി. അന്നേരം എന്തായാലും എൻ്റെ അന്നേരം ഈ കിഴങ്ങൊക്കെ പോലെ അങ്ങ് വീർത്തു. പക്ഷെ ആ വേദനയോ ആ ബുദ്ധിമുട്ടോ, എനിക്ക് കാലെന്ന് പറഞ്ഞൊരു അവയവം ഉണ്ടെന്ന് പോലും ഞാൻ അന്നേരം ചിന്തിക്കുന്നില്ലായിരുന്നു. അത്രത്തോളം സന്തോഷമായിരുന്നു. എന്തായാലും ലാസ്റ്റ് വരെ പിടിച്ചു നിന്നു. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു കാര്യത്തിൽ അങ്ങ് തുനിഞ്ഞിറങ്ങിയുണ്ടല്ലോ, നടത്തിയിട്ടേ പോരുള്ളൂ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് വിചാരിച്ചാലും പറ്റത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിന് എനർജി കൊടുക്കുന്നത് നമ്മുടെ വിൽ പവറും കാര്യങ്ങളുമാണ്. ഒരു ഇച്ചിരി നേരം കൂടെ പിടിച്ചു നിൽക്കാനുള്ള ഇത് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഏതൊക്കെയാലും കാലിന് ബ്ലീഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഏക്കാലും നമ്മൾ അത്രയും നനഞ്ഞു, എന്നാ പിന്നെ കുളിച്ച് കയറിയേക്കാമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. ഏക്കാലും ഒരു കിരീടം ഒക്കെ ആയിട്ടാണ് വീട്ടിലോട്ട് പിന്നെ തിരിച്ചു വന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ നൗ.